ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പെരുന്നാളൊക്കെ ഇഞ്ഞടുത്ത് പെരുന്നാളിന് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കിണ്ണത്തപ്പം. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി 1-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇത് വെള്ളം ഊറ്റി വെച്ചതാണ്. പിന്നീട് ഇതിലേക്ക് വേണ്ടത് 2 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. പിന്നീട് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളത് 1 മുട്ട, പിന്നീട് 1/2 ഗ്ലാസ് പഞ്ചസാര, പിന്നെ 2 ഏലക്കയും അല്പം ജീരകവും 1 നുള്ളു ഉപ്പും ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം ഈ അരി ഇട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നേരത്തെ തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അത് ഒഴിച്ച് ഈ മുട്ടയും പഞ്ചസാരയും ചേർത്ത് നമുക്കിത് ആട്ടിയെടുക്കാം. ഇത് ആട്ടിയിട്ട് വരാം. പിന്നീട് ഈ പഞ്ചസാരയും ചേർത്ത് ആട്ടിയെടുക്കാം. ഏലക്കായും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് 1 നുള്ളു ഉപ്പ് ഇട്ട് ആട്ടിയെടുക്കാം. അങ്ങനെ അത് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വന്നു. ബാക്കി തേങ്ങാപ്പാലും കൂടെയും ചേർത്ത് ആട്ടിയെടുത്ത് ഇനി അത് ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ അരിച്ചെടുക്കണം. ഒരു ലേശം പോലും തരി ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ നല്ല ചായ അരിപ്പിലൂടെ നല്ല ഫൈനായിട്ട് അരിച്ച് ഒട്ടും തരിയില്ലാതെ എടുക്കണം. ഇതുപോലെ വളരെ ലൂസായിട്ട് നൈസായിട്ടും ഇതുപോലെ ഇരിക്കണം. ഇങ്ങനെ ആട്ടിയെടുക്കണം. ശേഷം ഇതൊരു എണ്ണ തടവിയ സ്റ്റീൽ പാത്രത്തിലേക്ക് അധികം കട്ടിയിൽ ഒഴിക്കൽ കുറേശ്ശെ വീതം ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്തൊരു തട്ടിട്ടിട്ട് അതിന് മേളിൽ പാത്രം വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ പാത്രത്തിലേക്ക് അല്പം എണ്ണ പുരട്ടി അതിലേക്കിട്ട് ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഒരു തട്ടം വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തടവിയിട്ടാണ് ഇത് ഒഴിച്ച് വെച്ചേക്കുന്നത്. ഇനി ഇത് അടച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് ആയി. അത് വെന്തോന്ന് നമുക്ക് നോക്കാം. ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നു. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം. കുറച്ച് നല്ലതുപോലെ തണുത്ത ശേഷമേ ഇത് ഇളക്കി എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. നമ്മുടെ കിണ്ണത്തപ്പം എല്ലാം കറക്റ്റാണ് വെന്ത് തണുത്ത് ഞാനിത് കട്ട് ചെയ്ത് വെച്ചു. എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല വായിലിട്ട് അലിഞ്ഞു പോകുമെന്ന് പറയുന്ന പോലെ ഇരിക്കുന്ന നല്ല കിളുകളായിരിക്കുവാണ് ഇത്. നല്ല പൂ പോലെ ഇരിക്കുന്ന, എൻ്റെ കൊച്ചുമോള് പറയുന്ന ജെല്ലി കണക്കിരിക്കുന്നെന്ന്. അതുമാതിരി ഇത് കിളുകളായിരിക്കുന്ന നല്ല സൂപ്പർ കിണ്ണത്തപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ പെരുന്നാളിന് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.